എൻ്റെ ചോദ്യം ഈ ഇന്ത്യ മുന്നണി പറയുന്ന LDFും UDFും നേതാക്കളാണ്. ഇവരുടെ പ്രധാനമന്ത്രിൻ്റെ പേര് പറയണം. 1. 2, ഈ രണ്ടാൾക്കും ഒരേ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണോ, ഇല്ല LDFിനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ, UDFിനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ എന്ന് ഇവിടെ നാട്ടുകാർ അറിയണം. 2, ആകെ CPM ഭരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. കോൺഗ്രസ് 2-3 സ്റ്റേറ്റേ ഉള്ളൂ. ഇവർ രണ്ടാൾക്കാരും കൂടിയാലും ഒരു 4-5 സ്റ്റേറ്റേ ഉണ്ട്. ഇവർ എങ്ങനെയാണ് 272 സീറ്റും പിടിച്ചും ഇന്ത്യ ഭരണത്തിൽ കയറും? ഇത് പറയണം. പിന്നെ 3, ഇവിടെ രണ്ടാൾക്കാരും ഓപ്പോസിറ്റിൽ ഇവിടെ മത്സരിക്കുകയാണ്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ നമുക്ക് തമിഴ്നാട് ബോർഡർ ഏരിയ. ഈ 2 മുന്നണികളും അവിടെ ഒന്നിച്ചാണ്. ഇവർ എങ്ങനെയാണ് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് പോയിട്ട് അവിടെ രണ്ടാൾക്കാരും ഒന്നിച്ച് വോട്ട് ചോദിക്കുന്നത്? ഇത് ഇവിടത്തുള്ള ആൾക്കാരനെ എല്ലാ വോട്ടർമാരുള്ള ഒരു സന്ദേഹം, ഇതൊന്ന് ക്ലിയറാക്കി തരണം. യെസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. യെസ്, പറയൂ മറുപടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രകടന പത്രികയും നയപരിപാടികളും വെച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2004 നിങ്ങളെല്ലാവരും കരുതി കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന്, അല്ലേ? എന്താണ് സംഭവിച്ചത്? തോക്കിന്റെ ഇടയിൽ കയറി വെടിപൊട്ടലിന്റെ സഹോദര, തോക്കിന്റെ ഇടയിൽ കയറി ഞങ്ങള് പ്രധാനമന്ത്രി ആക്കിയത് ലോകം കണ്ട ഏറ്റവും വലിയ എക്കണോമിസ്റ്റുമാരിൽ ഒരാളായ മൻമോഹൻ സിംഗിനെയായിരുന്നു. അതിന്റെ നേട്ടം കിട്ടി. നയങ്ങളും പരിപാടികളും ആദർശങ്ങളും വെച്ചാണ് ഞങ്ങൾ ഭരണത്തെ ഇലക്ഷനെ നേരിടുന്നത്. ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഞങ്ങളുടെ നയമാണ്, ഞങ്ങളുടെ കാര്യപരിപാടിയാണ്. പിന്നെ ഇവർക്ക് ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവരൊരാളെ ഭയപ്പെടുന്നുണ്ട്, കാലങ്ങളായി ഭയപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പോഴും അദ്ദേഹത്തെ ഭയക്കുകയാണ്. ഇവിടെ എന്റെ സഹോദരന്റെ ചോദ്യം, പേര് പറഞ്ഞൂടെ? അദ്ദേഹം എന്താണ്? ആ പേര് വ്യക്തമല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആ പേര് തന്നെയാണ്. 4050 കിലോമീറ്റർ 150 ദിവസം ഇന്ത്യയുടെ ആത്മാവിലൂടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നിട്ടുള്ള ആ വ്യക്തി, ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവൽപടൻ. ആ വ്യക്തിയുടെ പേര് പ്രത്യേകം എടുത്ത് പറയണം. എന്റെ പൊന്നു സഹോദര, ബിജെപിക്ക് നിലവിൽ 303 സീറ്റാണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, 303 സീറ്റാണുള്ളത്. 37% വോട്ട് കൊണ്ടാണ് നിങ്ങൾ 303 സീറ്റ് നേടിയത്. നിങ്ങൾക്ക് ഗുജറാത്തിൽ മുഴുവൻ സീറ്റ് കിട്ടി, 29 കിട്ടി, രാജസ്ഥാനിൽ കിട്ടി, മധ്യപ്രദേശിൽ 1 ഒഴികെ കിട്ടി, ഹരിയാനയിൽ കിട്ടി, ഡൽഹിയിൽ കിട്ടി, മുഴുവൻ സീറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇവിടെ ഒന്നും 2024 നിങ്ങൾക്ക് മുഴുവൻ സീറ്റ് കിട്ടാൻ പോകുന്നില്ല. മതേതര ചേരിയുടെ വോട്ട് ഭിന്നിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് UPയിൽ 64 സീറ്റ് കിട്ടിയത്. ഇത്തവണ BJPയെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ആ കക്ഷികൾ ഒന്നാകെ നിൽക്കുകയാണ്. അവിടെ UPയിൽ സമാജ്വാദി പാർട്ടി, ഡൽഹിയിൽ AAP, ഹരിയാനയിൽ JJP, അതുപോലെ തന്നെ ഈ പറയുന്ന ബാബുവേട്ടന്റെ പാർട്ടിയെ രാജസ്ഥാനിൽ അവർ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോ 4ാം സ്ഥാനത്ത് പോയിട്ടുള്ള ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവിടെ സീറ്റ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അവരുടെ സംസ്ഥാന സെക്രട്ടറി, ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ത്യാഗം ചെയ്തിരിക്കുകയാണ്. കാരണം ഈ BJPയുടെ സർക്കാരിനെ തറ പറ്റിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കുറച്ച് സീറ്റുകളിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കുവാൻ ഞങ്ങൾ എടുക്കുകയാണ്. പിന്നെ സഹോദരൻ പറഞ്ഞു, നിങ്ങള് ഇന്ത്യ മുന്നണി ഒരുമിച്ചല്ലേ? ഇന്ത്യ മുന്നണി ഞങ്ങൾ ഒരുമിച്ചല്ലേ? സ്ഥാനാർത്ഥി ആരാണ്? മറുപടിയില്ല.